നമസ്കാരം. ഇന്ന് കണ്ട പ്രധാന സംഭവങ്ങളുടെ ആഴത്തിലേക്ക് സമഗ്രമായി, കൃത്യമായി, വിമർശനാത്മകമായി, ക്ലിയർ കട്ടായി എഡിറ്റർ രാജീവ് ദേവരാജ് കൂടി നമ്മളോടുകൂടെ ചേരുന്നു. ആദ്യം നമുക്ക് ഇന്ന് രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലേക്ക് വന്നേക്കാം, പക്ഷേ കേരളത്തിലേക്കില്ല. കോൺഗ്രസ് നേതൃത്വമോ രാഹുൽ ഗാന്ധിയോ കൃത്യമായി ഒന്നും പറയാത്ത സ്ഥിതിക്ക് ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇത് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയൂ. ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് രാഹുൽ ദക്ഷിണേന്ത്യയിലേക്ക് വരുമെന്ന സൂചനയുള്ളത്. എഡിറ്റർ രാജീവ് ദേവരാജ് ചേരുന്നു. രാജീവ്, ഈ രണ്ടിടങ്ങളിൽ ദേശീയ നേതാക്കൾ മത്സരിക്കുന്നത് ആദ്യമായൊന്നുമല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മോദി വരെ രണ്ടിടങ്ങളിൽ മത്സരിച്ചിരുന്നു. അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഇതെന്താണ് ഒരു വ്യക്തതയില്ലാത്തത്? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ വ്യക്തതയില്ലായ്മയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം. അത് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു എന്നുള്ളതല്ല. അതിനപ്പുറം ദേശീയ തലത്തിലാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം ഒരു വ്യക്തമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ 6 ദിവസമായി ഇത് സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കുകയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഉടനെ പ്രതികരണം ഉണ്ടാകും, തീരുമാനമുണ്ടാകും എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയും 2 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ട് ഇതിനുവേണ്ടി ഇത്തരമൊരു തീരുമാനം കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നു. ഇന്നലെ ചില വാർത്തകൾ പുറത്തു വന്നത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ അതിനുശേഷം കേരളത്തിലെ നേതാക്കൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് അതൃപ്തി അറിയിച്ചു എന്നാണ്. അത്തരത്തിലുള്ള അതൃപ്തി അറിയിക്കാനുള്ള ബലമൊന്നും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശക്തിയൊന്നും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇങ്ങനെ ഇവിടെ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ തീരുമാനം ഉടൻ ഉണ്ടാകണം, തീരുമാനം പെട്ടെന്ന് ഉണ്ടാകണം, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി തന്നെ വരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചേക്കാം. അതിനപ്പുറമുള്ള തീരുമാനം ഉണ്ടാകുന്നില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ദൗർബല്യം തുറന്നു കാട്ടുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. 16ാമത്തെ ലിസ്റ്റ് പുറത്തു വന്നു. ഇവിടെ 6 ദിവസമായി കാത്തിരിക്കുന്നു. ഈ കാര്യത്തിൽ എന്തുകൊണ്ട് തീരുമാനം വൈകുന്നു, അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ള തീരുമാനം എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇന്ന് ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ അതിൽ അദ്ദേഹം ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ്. നമ്മൾ നേരത്തെ ഹെഡ്ലൈൻസിൽ പറഞ്ഞ പോലെ തന്നെ അറച്ചാണ് നിൽക്കുന്നത്. ഇത് ഏതൊക്കെ രീതിയിലാണ് കേരളത്തിൽ പാർട്ടിക്ക് ദോഷകരമാവുക? ഈ വിവാദങ്ങൾ ഉണ്ടായ ശേഷം ഈ അറച്ചു നിൽക്കലും. ഇതിൽ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നരേന്ദ്രമോദിയെ നേർക്കുനേരെ നേരിടാനാണ് രാഹുൽ ഗാന്ധി തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ നേർക്കുനേരെ എതിരിടുന്നു എന്നുള്ള ഒരു ചിത്രമാണ് പുറത്തേക്ക് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ ഹിന്ദി ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നത് പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിൽ ദക്ഷിണേന്ത്യയിലേക്ക് വന്ന് മത്സരിക്കുമോ എന്നുള്ള കാര്യം ഉന്നയിച്ചത് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. അങ്ങനെ പറഞ്ഞു എങ്കിൽ, അങ്ങനെ പരിഗണിക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യം എന്തുകൊണ്ട് തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു മത്സരത്തിന് തയ്യാറായിക്കൂടാ? അതല്ല എങ്കിൽ പ്രധാനമന്ത്രി അങ്ങനെ പറഞ്ഞു എങ്കിൽ ഞാൻ തയ്യാർ എന്ന് പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു സ്പിരിറ്റ് എന്തുകൊണ്ട് കോൺഗ്രസ് അധ്യക്ഷൻ കാണിക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് അണികളെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു നേതാവിൻ്റെതായ അല്ലെങ്കിൽ എതിരിടാൻ തക്ക ഒരു പോരാളിയാണെന്നുള്ള ഒരു ഇംപ്രഷൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല? സ്വാഭാവികമായും ആ കൺഫ്യൂഷൻ നിലനിൽക്കുമ്പോഴും കേരളത്തിൽ നിന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞ വാചകങ്ങൾ അത് വളരെ കാര്യമായി തന്നെ എടുക്കേണ്ടതാണ്. കാരണം അത് വലിയ വിവാദങ്ങളും വിമർശനങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മത്സരിക്കാൻ കേരളത്തിലേക്ക് വരുന്നില്ല? KPCC പ്രസിഡന്റ് പറയുന്നത് മറ്റൊരു പാർട്ടി തടയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. ഏതാണ് ആ പാർട്ടി എന്ന് മാത്രം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നുമില്ല. കോൺഗ്രസിലാരും അങ്ങനെ ഒരു ശ്രമം നടത്തല്ല. എന്നാൽ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരാൻ പാടില്ല എന്നാഗ്രഹിച്ച ചില രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവർ ഡൽഹിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ, ആ നാടകങ്ങൾ യഥാസമയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കാമെന്ന് മാത്രം ഞാനിവിടെ പറയട്ടെ. രാഹുൽ ഗാന്ധി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പറഞ്ഞു ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സത്ത അദ്ദേഹം നഷ്ടപ്പെടുത്തുന്നു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിക്ക് അത് പറയാനെന്താണ് ധാർമ്മികമായ അവകാശം? ഇപ്പോഴും പാർട്ടി സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ പിണറായി വിജയനും അന്ധമായ കോൺഗ്രസ് വിരോധത്തിൽ തടവറയിലാണ്. കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് അവർ രണ്ടുപേരും ലക്ഷ്യമാക്കുന്നത്. ആ പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഡൽഹിയിൽ ചില പാർട്ടികൾ നടത്തിയ അന്തർനാടകങ്ങളെ കുറിച്ചുള്ള കഥകൾ യഥാസമയം ഞാൻ നിങ്ങളോട് പറയുമെന്ന് മാത്രമാണ് പറയേണ്ടത്. ഇതൊരു പക്വതയുള്ള വാക്കുകളാണ്. പക്വതയുള്ള നേതാവിൽ നിന്നുണ്ടാവേണ്ടതാണോ? അത് തീർച്ചയായും അല്ല. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഏത് പാർട്ടിയെക്കുറിച്ചാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ കാര്യം പറയുന്നു, കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യം പറയുന്നു. ഇതിലൂടെ അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത് CPM-നെ കുറിച്ചാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു KPCC പ്രസിഡന്റിനെ കുറിച്ച് സഹതാപം തന്നെ തോന്നുന്നുള്ളൂ.
കാരണം അദ്ദേഹം പറയുന്നത് ഒരു പാർട്ടി ശ്രമിക്കുന്നത് കൊണ്ട് അവരുടെ ദേശീയ അധ്യക്ഷൻ കേരളത്തിലേക്ക് വരുന്നതിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ദേശീയ അധ്യക്ഷനെ തടയാൻ ശ്രമിക്കുന്നു. ഏറ്റവും അവസാനം ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വരുന്നില്ല എങ്കിൽ ഈ പറയുന്ന അദ്ദേഹം ഉദ്ദേശിക്കുന്ന പാർട്ടി തടഞ്ഞതുകൊണ്ടാണോ കേരളത്തിൽ വന്ന് മത്സരിക്കാത്തത്? അങ്ങനെയാണെങ്കിൽ സ്വന്തം ദേശീയ അധ്യക്ഷനെ ഇത്രയും ചെറുതാക്കി കാണിക്കുന്ന ഒരു KPCC പ്രസിഡന്റാണോ കേരളത്തിൽ കോൺഗ്രസിന് ഉള്ളത് എന്നുള്ളത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ ചിന്തിക്കേണ്ടതാണ്. അതിനപ്പുറം ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് എന്തിനാണ് CPM-നെ നേരിടാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദേശീയ നേതാക്കൾ പലരും ചൂണ്ടിക്കാണിച്ചു, UP-യിലെ ഘടകകക്ഷികൾ, എന്തിന് ഏറ്റവും അവസാനം സ്റ്റാലിൻ പോലും, തമിഴ്നാട്ടിൽ DMK നേതാവായ സ്റ്റാലിൻ പോലും ഇത്തരത്തിലൊരു മത്സരം ഉണ്ടാകുന്നതല്ല നല്ലത്, അല്ലെങ്കിൽ ഉണ്ടാകുന്നത് നല്ലതല്ല എന്ന് അദ്ദേഹം പോലും അഭിപ്രായപ്പെടുന്നു. ഈ ഒരു സമ്മർദ്ദം മറ്റു പല UPA ഘടകകക്ഷികളിൽ നിന്നും വന്നിട്ടുണ്ടാകാം. UPA-യിൽ അല്ലെങ്കിൽ ചേർന്നിട്ടില്ല എങ്കിൽ പോലും ഏറ്റവും അവസാനം കോൺഗ്രസിന് ഒരു അവസരം വരികയാണെങ്കിൽ പിന്തുണ നൽകേണ്ടവരിൽ ഉള്ള ഒരു കക്ഷിയായ CPM-നെ ഇവിടെ വന്ന് എന്തിനു നേരിടുന്നു? അത് മാത്രമല്ല, ഇപ്പോൾ വെറും 9 അംഗങ്ങൾ മാത്രമുള്ള ഒരു പാർട്ടിയാണ് CPM. അടുത്ത തവണ എത്ര കിട്ടുമെന്ന് ആർക്കും അറിയുകയുമില്ല. അങ്ങനെയുള്ള ഒരു പാർട്ടിയെ ഇവിടെ വന്ന് എന്തിനു നേരിടുന്നു? പ്രത്യേകിച്ചും കർണാടക പോലൊരു സംസ്ഥാനത്ത് BJP പോലൊരു പാർട്ടിയെ നേരിടാൻ രാഹുൽ ഗാന്ധിക്ക് അവസരമുള്ളപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ആ ചോദ്യങ്ങളെ നേരിടാൻ കഴിയാതെയും ഒരു തീരുമാനത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയാതെയും ഇങ്ങനെ കിടന്നു ഉഴലുന്ന ഒരു പാർട്ടിയുടെ നേതാവ്, കേരളത്തിലെ സംസ്ഥാന പ്രസിഡന്റ്, മറ്റൊരു പാർട്ടിയുടെ പേര് പോലും പറയാതെ ആ പാർട്ടി ശ്രമിക്കുന്നത് കൊണ്ടാണ് തങ്ങളുടെ അധ്യക്ഷന് ഇവിടെ വന്ന് മത്സരിക്കാൻ കഴിയാത്തത് എന്ന് പറയുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ അത് സ്വന്തം ബലഹീനത നാട്ടുകാരോട് വിളിച്ചു പറയലാണ്. അതിലൊരു കാര്യം കൂടിയുണ്ട്. പണ്ടൊക്കെ പറയായിരുന്നു പേര് പറയില്ല പക്ഷെ തൊട്ട് കാണിക്കാമെന്ന്. ഇതിൽ എല്ലാ രീതിയിലുള്ള സൂചനകൾ നൽകി പിന്നെ പേര് പറയാതിരിക്കുന്നതിലുള്ള അതിൽ രാഷ്ട്രീയമുണ്ടോ അതോ പക്വതയില്ലായ്മയാണോ? അത് ഒരു തീർത്തും മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും ഒരുപക്ഷെ ഇത്തരം ഒരു പദവി ഒക്കെ ഏറ്റെടുത്ത് അല്ലെങ്കിൽ ആ പദവിയിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പക്വമായി അല്ലെങ്കിൽ തന്ത്രപരമായി ഒക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും അത് പൊതുജനങ്ങളോടാണെങ്കിലും മാധ്യമപ്രവർത്തകരോടാണെങ്കിലും ഒക്കെ പറയാനും ചിലപ്പോഴെങ്കിലും ആ ഒരു കൈയടക്കം മുല്ലപ്പള്ളി രാമചന്ദ്രന് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇല്ല എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പല കാര്യങ്ങളിലൂടെ വ്യക്തമാവുകയാണ്. ഇത് KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മാത്രമല്ല, ഇതിനു മുൻപ് TP ചന്ദ്രശേഖരന്റെ വധമുണ്ടായതിനു ശേഷം അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരിക്കെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന അന്ന് കേരളത്തിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ പോലും ഒരു അലോസരമുണ്ടാക്കിയ കാര്യമാണ്. പ്രത്യേകിച്ചും അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് സംസ്ഥാനത്ത് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നത്. അന്വേഷണമൊക്കെ നല്ല നിലയിൽ നടക്കുകയും അല്ലെങ്കിൽ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിന് ഒരുപക്ഷെ പോലീസിന് വളരെ സ്തുത്യർഹമായ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുകയും ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനുള്ള അന്വേഷണം തുടങ്ങിയ സമയത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു പൊതുചടങ്ങിൽ പറഞ്ഞത് പരൽമീനുകളെ മാത്രമാണ് പിടിച്ചത്, കൊമ്പൻ സ്രാവുകളെ അല്ലെങ്കിൽ വലിയ തിമിംഗലങ്ങളെ പിടിക്കുന്നില്ല എന്ന് ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തി. അത് യഥാർത്ഥത്തിൽ സംസ്ഥാനത്ത് നല്ല രീതിയിൽ അന്വേഷണം നടന്ന അന്വേഷണ സംഘത്തെയും അല്ലെങ്കിൽ സർക്കാരിന്റെ ഉദ്ദേശശുദ്ധിയെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിലായി പോയി എന്നുള്ള വിമർശനം അന്നും ഉണ്ടായിരുന്നു. അന്നും യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് CPM-ലെ ചില നേതാക്കളെ പിടികൂടുന്നില്ല എന്നുള്ളതാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ദേശിച്ചത്. പക്ഷേ അത് ഫലത്തിൽ അത് അന്വേഷണ സംഘവും അല്ലെങ്കിൽ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാരും വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല, CPM-നെ സഹായിക്കുന്നു എന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുകയും അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അതിനെക്കുറിച്ചൊന്നും മിണ്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യവും ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ്. സത്യത്തിൽ ഇപ്പോൾ പറയുന്നത് CPM-നെതിരാണ് എന്ന് തോന്നുമെങ്കിലും ഫലത്തിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന്റെ സംഘടനയുടെ ദൗർബല്യം തന്നെയല്ലേ തുറന്നു പറയുന്നത്? അതെ ഗോപി, ഞാൻ നേരത്തെ പറഞ്ഞത് ഈ കാര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ എതിരാളിയെ എതിരെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുകയും അതൊക്കെ സ്വാഭാവികമാണ്, അങ്ങനെയൊക്കെ തന്നെ ചെയ്യണം. പക്ഷേ അതിന് എന്തു തരത്തിലുള്ള അടിസ്ഥാനമുണ്ട് അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും യുക്തിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലുള്ള ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് ആലോചിക്കേണ്ടത് തന്നെയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് ഇത്തരത്തിൽ മറ്റൊരു പാർട്ടി രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ അല്ലെങ്കിൽ വീണ്ടും തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോൾ അതിൻ്റെ മുന്നണിയിൽ നിൽക്കുന്ന നേതാവ് കേരളത്തിൽ മത്സരിക്കാൻ വരുന്ന കാര്യത്തെക്കുറിച്ച് വെറും 9 അംഗങ്ങളുള്ള ഒരു പാർട്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റു ചില പ്രസ്ഥാനങ്ങൾ ചേർന്ന് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സ്വന്തം കഴിവുകേട് പരസ്യമായി വിളിച്ചു പറയലാണ്. ഒരു കാര്യം കൂടി, ഈ 2 സീറ്റിലെ തീരുമാനത്തിൽ ഒരു വലിയ ഉദാസീനതയുണ്ട്. ഈ ഉദാസീനതയ്ക്ക് ഇപ്പോൾ നേരത്തെ രാജീവ് തന്നെ പറഞ്ഞ പോലെ ദേശീയ രാഷ്ട്രീയവുമായി തട്ടിച്ചു നോക്കുമ്പോൾ, കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്തുണയ്ക്കേണ്ട ഒരു പാർട്ടി CPM-ആണ്, ഉദാസീനതയ്ക്ക് മറ്റു കാരണമുണ്ട്. ഉദാസീനത ഇതിനകത്ത് ഒരു കൃത്യമായൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം. അവിടെ
അമേഠിയിൽ അദ്ദേഹത്തിന് മത്സരിച്ച് ജയിക്കാൻ കഴിയും എന്നുള്ള കാര്യം അദ്ദേഹം ഇന്നും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്, നേരത്തെ പറഞ്ഞ ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ. അതിനപ്പുറം ഒരു സുരക്ഷിതമായ സീറ്റിൽ കൂടി മത്സരിക്കേണ്ടതുണ്ടോ എന്നുള്ള പ്രശ്നം ഒന്ന്, സുരക്ഷ തേടണോ വേണ്ടയോ എന്നുള്ളത്. അതുകൂടാതെ ദക്ഷിണേന്ത്യയിൽ വന്ന് അദ്ദേഹത്തിന്റെ മത്സരം നൽകുന്ന ഒരു പ്രത്യേക സാഹചര്യം കൂടുതൽ സീറ്റുകൾ നേടുന്നതിന് സഹായിക്കുമോ, അങ്ങനെയുണ്ടെങ്കിൽ അതെവിടെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ, ഇതിലൊന്നിലും കൃത്യമായ ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിന്റെ പേരിൽ കോൺഗ്രസിന് കേരളത്തിൽ വലിയ നഷ്ടമൊന്നും ഒരുപക്ഷെ ഉണ്ടായേക്കില്ല. പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസ് അണികൾക്കിടയിൽ നൽകുന്ന സന്ദേശം കേരളത്തിൽ നല്ലതല്ല. അതുപോലെ തന്നെ ഈ കാര്യത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത നേതാവാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കപ്പെടുന്നത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എന്നുള്ള പ്രശ്നം ഒന്ന്. അദ്ദേഹം സുരക്ഷിതമായ മണ്ഡലം തേടാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇതിനകം പുറത്തു വന്നത് ഉണ്ടാക്കിയ ഒരു മോശമായ കാര്യം മറ്റൊന്ന്, അത് BJP വലിയ രീതിയിലുള്ള പ്രചരണ ആയുധമാക്കുകയും ചെയ്തു. പക്ഷേ ഇതിനൊക്കെ അപ്പുറം വയനാട് കോൺഗ്രസിന് ഒരുപക്ഷെ കംഫർട്ടബിളായി ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. നല്ല രാഷ്ട്രീയ സ്ഥിതി ഉണ്ടെങ്കിലും ഇത്തരത്തിലുള്ള മോശം സ്ഥിതി ഉണ്ടായില്ലെങ്കിൽ, ഏതായാലും ഇതൊക്കെ ഉണ്ടാകുമ്പോഴും ഏറ്റവും അവസാനം കോൺഗ്രസ് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകണം, ദേശീയ നേതൃത്വം ചിന്തിക്കുന്നുണ്ടാകണം, എന്തായാലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ പിന്തുണയ്ക്കേണ്ടവരാണ് CPM. അപ്പോൾ അവിടെ ഒരു സീറ്റോ എങ്ങനെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അത് ജയിക്കുകയാണെങ്കിൽ ഇടതുപക്ഷമേ ജയിക്കുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ എന്തിനൊരു ധൃതി വയ്ക്കണം എന്നുള്ള കാര്യം ഒരുപക്ഷെ കോൺഗ്രസ് ഈ ഉദാസീനതയ്ക്കും തീരുമാനമെടുക്കലിനും വൈകുന്നതിനും ഒക്കെ അപ്പുറമുള്ള ചിന്ത ഒരുപക്ഷെ കോൺഗ്രസിന് ആ രീതിയിലും ഉണ്ടാകുന്നുണ്ടാകണം. ഇപ്പോൾ വയനാട്ടിലേക്ക് രാഹുൽ വരുന്നില്ല എന്നറിയുന്നതോടുകൂടി വേറെയും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇല്ലാതെ മറ്റാരെയും സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന മാനസികാവസ്ഥയിലേക്ക് വയനാട് മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കൾ മാറിയോ? രാഹുൽ വരുമെന്ന് കേട്ട് മത്സരരംഗത്ത് നിന്നും ഒരു DCC പ്രസിഡന്റ് പിന്മാറിയെങ്കിൽ മലപ്പുറം DCC പ്രസിഡന്റ് രാഹുൽ വന്നില്ലെങ്കിലുള്ള പ്രതിസന്ധിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഇടക്കാലത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം വയനാട്ടിലേക്ക് വരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു പ്രചരണം വരുമ്പോഴേ വല്ലാത്തൊരു നിരാശ പാർട്ടി പ്രവർത്തകന്മാർക്കുണ്ടാകും. അത് സ്വാഭാവികമാണ്. സാങ്കേതികത്വമൊന്നും ഇനി സാധാരണ മനുഷ്യർക്ക് സാങ്കേതികത്വമൊന്നും പ്രശ്നമല്ല. അവർ രാഹുൽ ഗാന്ധിയെയാണ് അവർ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത്. അല്ലെങ്കിൽ അത് വലിയ പ്രയാസമുണ്ടാക്കും. അത് അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹം സ്ഥാനാർത്ഥിയായി വരാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് പ്രഖ്യാപിക്കേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സൃഷ്ടിച്ചിട്ടുള്ള ആവേശത്തിന് ഒപ്പം നിൽക്കാൻ മറ്റൊരാൾക്ക് സാധ്യമല്ല. ഞങ്ങൾ പാർട്ടി പ്രവർത്തകന്മാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. രാഹുൽ വന്നില്ലെങ്കിലുള്ള നിരാശ അദ്ദേഹം പറയുന്നു. പക്ഷേ രാഹുൽ വന്നില്ലെങ്കിൽ സിദ്ദീഖിനാവോ എന്ന ഉറപ്പിന് അദ്ദേഹം പറയുന്നുമില്ല. വീണ്ടും രാഹുൽ വരാത്തൊരു സാഹചര്യത്തിൽ വീണ്ടും ഗ്രൂപ്പ് പോര് സജീവമാവുമോ? ഗ്രൂപ്പ് പോര് സജീവമാകാം. ആരാകും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സിദ്ദിഖ് തന്നെ ആകും എന്ന് നമുക്ക് പൊതുവെ പറഞ്ഞു വെക്കാം. പക്ഷേ എങ്കിൽ പോലും അത് അത്ര എളുപ്പമല്ല, അങ്ങനെ എത്ര പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ള സൂചന ഇപ്പോൾ ഈ വയനാട് മണ്ഡലത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ DCC പ്രസിഡന്റായ, അതായത് വയനാട് മണ്ഡലം 3 ജില്ലകളിൽ നിന്നുള്ള മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതിൽ ഒരു ജില്ല കോഴിക്കോടാണ്. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒറ്റ നിയമസഭാ മണ്ഡലം മാത്രമേ വയനാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളൂ. അവിടെ UDFനെ ജയിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വോട്ടുകളുള്ള 3 മണ്ഡലങ്ങൾ മലപ്പുറം മണ്ഡലത്തിലാണ്. മലപ്പുറം മണ്ഡലത്തിലെ DCC പ്രസിഡന്റായ VV പ്രകാശനാണ് ഈ കാര്യം പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകും, അല്ലെങ്കിൽ വിഷമകരമായ സ്ഥിതി ഉണ്ടാകും. നേരത്തെ കോഴിക്കോട് DCC പ്രസിഡന്റും അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കപ്പെടുകയും ചെയ്ത T സിദ്ദിഖ് ഇത്തരമൊരു രാഹുൽ ഗാന്ധി വരുന്നു എന്ന് കേട്ടതോടുകൂടി ഉടൻ തന്നെ അതിൻ്റെ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം പോലും ഉണ്ടാകുന്നതിന് മുമ്പേ സ്ഥാനാർത്ഥിത്വത്തിന് ഞാനില്ല, രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ ആ ഒരു വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ VV പ്രകാശ് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള അനിശ്ചിതത്വം ഉണ്ടാകുന്നത് കോൺഗ്രസിന് നല്ലതല്ല, അത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ്. പക്ഷേ രാഹുൽ ഗാന്ധി തന്നെ വരണം. രാഹുൽ ഗാന്ധിക്ക് പകരക്കാരനായി ഒരാൾ വന്നാൽ പോലും അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ കുറെ കൂടി വിഷമകരമാക്കും എന്നുള്ളതാണ് മലപ്പുറം DCC പ്രസിഡന്റ്. 3 മണ്ഡലങ്ങൾ നിർണായകമായി UDFന് ലീഡ് നൽകേണ്ട മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ DCC പ്രസിഡന്റ് VV പ്രകാശ് ഇത് പറയുമ്പോൾ കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ്. കൗതുകകരമായ ഒരു കാര്യത്തിലേക്ക് കൂടി, ഒരു 6 ദിവസം മുമ്പ് ഈ രാഹുൽ വരും എന്ന വാർത്ത വരുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച കോലീബി സഖ്യത്തെക്കുറിച്ചായിരുന്നു. CPM പിണറായി വിജയൻ അടക്കമുള്ളവർ, കോടിയേരി അടക്കമുള്ളവർ വടകര മുൻനിർത്തി മുരളീധരൻ മത്സരിക്കാൻ പോയപ്പോൾ കോലീബി സഖ്യമാണ് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇപ്പോൾ CPM ഇടപെട്ട് രാഹുലിനെ പിന്മാറ്റി എന്ന ഒരു വലിയ ചർച്ചകളും നടക്കുന്നു. ഈ കോലീബി സഖ്യം ഇനി യേശുന്നൊരു പ്രയോഗമാണോ? യഥാർത്ഥത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രചരണ ആയുധം ഈ രാഹുൽ ഗാന്ധിയുടെ പേര് വരാൻ വേണ്ടിയാണെങ്കിലും അല്ല എങ്കിലും
പറഞ്ഞത് കേട്ടതോടുകൂടി CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രചരണ ആയുധം നഷ്ടപ്പെട്ടു. അത് വീണ്ടും ഇനി ഒരു ഇലക്ഷൻ പോയിന്റായി അല്ലെങ്കിൽ ഒരു പ്രചരണ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് മറ്റേതുപോലെ അത്ര എളുപ്പമല്ല. അതിൻ്റെ ഒരു മൊമെന്റം നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അതിൻ്റെ ഒരു ആക്കം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞത് വെച്ചാണെങ്കിൽ ഈ CPM-ഉം അല്ലെങ്കിൽ CPM പറഞ്ഞതനുസരിച്ച് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എന്ന് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് BJP ആയിരിക്കും. യഥാർത്ഥത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ പ്രസ്താവന BJPക്ക് മറ്റൊരു ആയുധം കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത് പോലെ കൂടിയായിപ്പോയി എന്നും നമുക്ക് ഈ ഒരു അവസ്ഥയിൽ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഏതായാലും CPM-നെ പറ്റി പറയുകയാണെങ്കിൽ CPM-ന് അവർ ഒരു വലിയ പ്രചരണ വിഷയമായി കോലീബി സഖ്യം എന്നുള്ളത് അത്തരത്തിലൊന്ന് ഉണ്ടായാലും ഇല്ലെങ്കിലും ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു ആക്കമാണ് നഷ്ടപ്പെട്ടത്. മാത്രമല്ല, വടകരയിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതുകൊണ്ട് മുരളീധരനും അങ്ങനെ ഒരു സജീവമായി ഇടപെട്ട് പ്രചരണ രംഗത്ത് ചൂട് പിടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. BJPക്ക് ആയുധം കൊടുത്തു എന്ന് പറഞ്ഞതുപോലെ തന്നെ ഏതായാലും ഒരു ആയുധം കൂടി BJPക്ക് കിട്ടിയിട്ടുണ്ട്. അത് ആയുധമാണോ അല്ലേ എന്നുള്ളത് കണ്ടറിയാം. ഏതായാലും BJPയുടെ കൂടെ കൂടാൻ പുതിയ തന്ത്രവുമായി PC ജോർജ് നീക്കം തുടങ്ങി. പത്തനംതിട്ടയിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ ശേഷം പിന്മാറിയ PC ജോർജ് ഇന്നിപ്പോൾ K സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചു. വോട്ട് ചോദിച്ചെത്തിയ K സുരേന്ദ്രന് PC ജോർജിന്റെ പൂർണ്ണ പിന്തുണ. സുരേന്ദ്രൻ വിജയിക്കുമെന്ന ജോർജിന്റെ പ്രവചനം. ഇത് വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ സ്ഥാനാർത്ഥി വിജയിക്കും, യാതൊരു തർക്കവും ആർക്കും വേണ്ട. എല്ലാ പിന്തുണയും കൊടുക്കും, യാതൊരു സംശയം. PC ജോർജിന്റെ പാർട്ടി ഉടൻ തന്നെ NDA ഘടകകക്ഷിയാകുമെന്നാണ് സൂചന. BJP നേതൃത്വവുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം പുരോഗമിക്കുകയാണ്. ഞാൻ NDAയിലേക്ക് പോകുന്ന കാര്യം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെറുതെ അങ്ങനെ കയറി ചെല്ലുകയാണ്. മാന്യമായ രീതിയിൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നീട് പറയാം. ശബരിമല പ്രക്ഷോഭ സമയത്ത് നിയമസഭയിൽ NDAയുമായി ചേർന്നായിരുന്നു PC ജോർജിന്റെ നീക്കങ്ങൾ. പിന്നീട് UDF-നൊപ്പം നിൽക്കാൻ ശ്രമം നടത്തി. ഇത് പരാജയപ്പെട്ടതോടെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകാൻ PC ജോർജ് തീരുമാനിച്ചിരുന്നു. PC ജോർജിന്റെ NDA പ്രവേശനത്തിൽ സംസ്ഥാന നേതൃത്വം നിലപാട് വ്യക്തമാക്കുമെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. അല്ല, ഇതെല്ലാം ഉചിതമായിട്ടുള്ള സമയത്ത് പറയേണ്ട ആളുകൾ പറയും. വെറുതെ ഞാനത് പറയേണ്ട ആവശ്യമില്ല. PC ജോർജ് പിന്തുണയുമായി എത്തിയതോടെ പത്തനംതിട്ടയിൽ BJP ക്യാമ്പിന് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. PCയുടെ ഇപ്പോഴത്തെ ഈ അടവിൻ്റെ ലക്ഷ്യം എന്താണ്? എത്രമാത്രം വിശ്വാസ്യതയുണ്ട് ഈ ഒരു അടവിന്? PC ജോർജിന്റെ വാക്കുകൾക്ക് ഒരു വിശ്വാസ്യതയുമില്ല. അരുവിക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അദ്ദേഹവും VSDP എന്ന് പറയുന്ന സംഘടനയും ഒക്കെ ചേർന്നിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. ആ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്ന് ആ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത് തന്നെ ഒരു പ്രത്യേക രീതിയിലായിരുന്നു, വലിയ ജനാധിപത്യ രീതിയിലായിരുന്നു. പലയിടത്തും ആ മണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രത്യേക പെട്ടിവെച്ച് ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന നിർദ്ദേശം സ്വീകരിച്ച് അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളിനെയാണ് അന്ന് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത്. പക്ഷേ അന്ന് ആ സ്ഥാനാർത്ഥിക്ക് ഈ സ്ഥാനാർത്ഥിയാകാൻ നടത്തിയ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച അത്രയും വോട്ടുകൾ പോലും യഥാർത്ഥ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല. പക്ഷേ ഈ സ്ഥാനാർത്ഥി വിജയിക്കും അല്ലെങ്കിൽ അവിടെ വിജയം നിശ്ചയിക്കും എന്നുള്ളതായിരുന്നു PC ജോർജിൻ്റെ ഏറ്റവും വലിയ അവകാശവാദം. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ പലപ്പോഴും PC ജോർജ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ആ അവകാശവാദങ്ങളൊന്നും ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. അതിനോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി ഇപ്പോഴുള്ള ഏറ്റവും ഒരു എടുത്തു കാട്ടേണ്ട കാര്യം, ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ അദ്ദേഹം UDF-ലേക്ക് എത്താൻ ശ്രമിച്ചു, സോണിയാഗാന്ധിയെ കാണാൻ ശ്രമിച്ചു, അതെല്ലാം പരാജയപ്പെട്ടു. അതിനിടയിലാണ് NDA എന്ന NDAയിലേക്ക് പ്രവേശനത്തിനുള്ള ഒരു ശ്രമം നടത്തി. ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ശബരിമല സമരത്തിന് ഒപ്പം നിന്നു. ഇതിനെല്ലാം ഇടയിലാണ് പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ചു. പക്ഷേ അതിൽ നിന്ന് സ്വയം പിന്മാറി. ഇപ്പോൾ സുരേന്ദ്രന് പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നു NDAയിലേക്ക് പോകാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയില്ല എന്നുള്ളത്. ഏതായാലും NDAയിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ NDAയും ആലോചിക്കേണ്ടതാണ് PC ജോർജിനെ പോലെ ഒരു ആളിനെ വിളിച്ചുകൊണ്ട് പോകണമോ എന്നുള്ളത്. ശരിയാണ്, പൂഞ്ഞാർ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് ഒരു ശക്തമായ അടിത്തറയുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം ഒരുപക്ഷെ ഇനിയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വിജയിച്ചേക്കാം. പക്ഷേ എങ്കിൽ പോലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കെട്ടുറപ്പിനൊക്കെ ഉള്ള രീതിയിൽ അതിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ PC ജോർജിനെ പോലെ ഒരാൾ നിൽക്കുമോ, അതല്ല എങ്കിൽ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് പിന്നീടൊരു തലവേദനയാകുമോ എന്നുള്ളതൊക്കെ NDA പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ആ മുന്നണി ആലോചിക്കേണ്ട കാര്യമാണ്. രാജ്യം വോട്ടെടുപ്പിലേക്ക് നീങ്ങാൻ ഇനി 2 ആഴ്ചയിൽ താഴെ മാത്രമാണ് സമയം. ആദ്യഘട്ട വോട്ടെടുപ്പിന് 12 ദിവസം ബാക്കി നിൽക്കെ ദേശീയ തലത്തിൽ പ്രചാരണം ചൂടുപിടിച്ചു കഴിഞ്ഞു. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലായിരുന്നു പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും അടക്കമുള്ള നേതാക്കൾ ഇന്ന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്തത്. ഒന്നാം ഘട്ടത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആന്ധ്രയിൽ മാത്രമാണ് വോട്ടെടുപ്പ്. അതിനാൽ ആദ്യഘട്ടത്തിന് ശേഷമാവും ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിൽ നേതാക്കൾ സജീവമാവുക.
പ്രചാരണ മുദ്രാവാക്യങ്ങളിലേക്കും പ്രയോഗങ്ങളിലേക്കും വന്നു കഴിഞ്ഞാൽ ചൗക്കീദാർ മുദ്രാവാക്യം ആവർത്തിച്ച പ്രധാനമന്ത്രി ബഹിരാകാശത്തും കാവൽക്കാരായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം സൈന്യത്തെയും ശാസ്ത്രജ്ഞരെയും അപമാനിക്കുകയാണെന്നും ഒഡീഷയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. भारत अब अंतरिक्ष में भी चौकीदारी करने में सक्षम है. साथियों, जब अंतःकरण साफ होता है तो अंतरिक्ष में भी सफलता तय होती है. पूरा देश आज गर्व कर रहा है और हां, भारत की ये उपलब्धि छोटी नजर आती है, उनकी कथनी और करनी को भी पूरा देश देख रहा है. എഡിറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇന്നലെ ഇതേ വാചകങ്ങൾ, ബഹിരാകാശത്തുള്ള നേട്ടം, അത് കാവൽക്കാരുടെ നേട്ടം, ഇന്നും അത് ആവർത്തിക്കുന്നു. ഇന്നേയും ഈ വിഷയം സംസാരിച്ചപ്പോൾ എങ്ങനെയാണ് ഒരു ശാസ്ത്ര നേട്ടം രാഷ്ട്രീയമാവുന്നത് എന്ന് വ്യക്തമാണ്. ഇന്നും അതേ രാഷ്ട്രീയ പ്രൊപ്പഗൻഡ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണെങ്കിലും അവർ ഒരു കൃത്യമായ തീരുമാനമുണ്ടാകും. ഒരു ലക്ഷ്യം മുൻനിർത്തി ഒരു പ്രശ്നത്തെ ഉന്നയിക്കുമ്പോൾ, ഇവിടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വിജയം എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തെ മുൻനിർത്തി ഒരു പ്രശ്നം ഉന്നയിക്കുമ്പോൾ അത് എന്ത് പ്രശ്നം ഉന്നയിക്കണം, എത്രത്തോളം ഉന്നയിക്കണം എന്നുള്ളത് കൃത്യമായ ഒരു പ്ലാൻ, ഒരു പദ്ധതി അവർക്കുണ്ടാകും. BJPയുടെ പദ്ധതി ഇതൊരു പ്രശ്നമായി ഉന്നയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പ്രസംഗത്തിൽ ഉടനീളം മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ മാധ്യമങ്ങളുടെയൊക്കെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ എത്തുന്നത് ഈ ഒരു കാര്യത്തിലേക്ക് തന്നെയാണ്. അതായത് പ്രധാനമന്ത്രി ചൗക്കീദാർ പരാമർശം അല്ലെങ്കിൽ ഇപ്പോഴുണ്ടായ ബഹിരാകാശ നേട്ടവുമായി ബന്ധപ്പെടുത്തി അതിനെ വീണ്ടും ഉന്നയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ മാധ്യമങ്ങളിലും ഇപ്പോൾ വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നത്. BJP തീരുമാനിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള രാജ്യത്തിനുണ്ടായ നേട്ടം അത് ദേശീയതയുമായി ബന്ധപ്പെടുത്തിയും അത്തരത്തിലുള്ള വൈകാരികതയുമായി ബന്ധപ്പെടുത്തി അതൊരു പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരിക, അതിലൂടെ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമോ എന്ന് ലക്ഷ്യമിടുക എന്നുള്ളതാണ് BJP ഇപ്പോൾ എടുത്തു വച്ചിരിക്കുന്ന ഒരു പദ്ധതി. ആ പദ്ധതി അനുസരിച്ച് തന്നെയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രിയും BJPയും ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ മറുഭാഗത്ത് നിന്ന് പ്രധാനമായും വരുന്നത് പരിഹാസമാണ്. ലോകം ചുറ്റുന്ന പ്രധാനമന്ത്രി വാരണാസിയിൽ വരാൻ സമയം കണ്ടെത്തണമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. എല്ലാവരെയും ആലിംഗനം ചെയ്യുന്ന പ്രധാനമന്ത്രി വാരണാസിയിലെ സാധാരണക്കാരെയും ആലിംഗനം ചെയ്യണമെന്ന് പ്രിയങ്ക പറഞ്ഞു വയ്ക്കുന്നു. ഉത്തർപ്രദേശിലെ കോൺഗ്രസ് പ്രചാരണത്തിനിടെയായിരുന്നു പ്രിയങ്കയുടെ പ്രതികരണം. जवाब आया कि 5 सालों में अपने ही क्षेत्र में प्रधानमंत्री जी को समय नहीं मिला कि एक गांव में जाएं, एक परिवार से गले लगाएं, एक परिवार से उनका हाल पूछें. अपने ही क्षेत्र के अंदर उनके लिए समय नहीं मिला कि वो आपकी हालत पूछे, कि वो ये पूछे कि इस देश का गरीब किस हालत में रह रहा है, इस देश के किसान की क्या हालत है, इस देश की गरीब महिलाओं की क्या परिस्थिति है. उतना समय नहीं मिला, लेकिन देश भर घूम आए. പ്രധാനമന്ത്രി യഥാർത്ഥ കാവൽക്കാരുടെ ആത്മാർത്ഥതയെ കളങ്കപ്പെടുത്തുകയാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത്. കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളിയ മോദി കർഷകർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു. बिना नफरत फैलाए नरेंद्र मोदी कुछ नहीं कह सकते, मगर वायदे किए 15 लाख रुपए हर बैंक अकाउंट में मैं डाल दूंगा. 2014 का उनका वायदा था. कितने रुपए आए? मिला किसी को? अब कहते हैं हम सब चौकीदार. नरेंद्र मोदी जी हिंदुस्तान के चौकीदार ईमानदार हैं, हम सब चौकीदार नहीं हैं. കഴിഞ്ഞ പ്രാവശ്യ പ്രചാരണം ഇപ്രാവശ്യ പ്രചാരണം ഈ ഘട്ടത്തിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കരുത്തനായ നരേന്ദ്രമോദി ഒരു ഭാഗത്ത്, താരതമ്യേന ദുർബലനായ രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത്. അതായിരുന്നു കഴിഞ്ഞതാണ്. ഇപ്രാവശ്യം ഒത്ത എതിരാളിയായി രാഹുൽ മാറുന്നു. അതുകൂടാതെ പ്രിയങ്ക കൂടി വരുന്നു. പ്രിയങ്കയും ഒരു ഭാഗത്ത് നിന്ന് സാധാരണക്കാരുടെ ഇടയിൽ നിന്നും അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ പ്രചാരണ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ മോദിക്ക് ഏതെങ്കിലും രീതിയിലുള്ള വെല്ലുവിളികൾ നിലവിലുണ്ടോ കഴിഞ്ഞ തവണത്തെ കമ്പയർ ചെയ്യുമ്പോൾ? സ്വാഭാവികമായിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ കടുത്ത വെല്ലുവിളി നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന ഒരു നിലയിലേക്ക് BJPക്ക് വളരാൻ കഴിഞ്ഞു. ഇത്തവണ അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടോ എന്നുള്ളതാണ് സ്വാഭാവികമായും ഉയരുന്ന ചോദ്യം, സംശയം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ഒറ്റയ്ക്കായിരുന്നു എങ്കിൽ ഇത്തവണ കുറെ കൂടി രാഹുൽ ഗാന്ധിയേക്കാൾ കുറെ കൂടി പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പ്രിയങ്ക ഗാന്ധി വളർന്നു വരുന്നു. അല്ലെങ്കിൽ നേരത്തെ തന്നെ അവർക്ക് അത്തരത്തിലുള്ള ഒരു ജനപ്രീതി ഉണ്ട്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ താല്പര്യമുണ്ട്. പക്ഷേ ഇത്തവണ ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരിയായി അവർ വളർന്നു വരുന്നു എന്നുള്ളതും അടക്കമുള്ള കാര്യങ്ങൾ
പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ BJPക്കും ഒക്കെ ഒരു കടുത്ത വെല്ലുവിളിയായി തന്നെ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇപ്പോൾ ചോദിച്ചതുപോലെ 15 ലക്ഷം രൂപ നിങ്ങൾക്ക് അക്കൗണ്ടിൽ ഇട്ട് തരും എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഇട്ടു തന്നോ? ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ഉയർത്താനുള്ള അവസരം കൂടി, അത് കഴിഞ്ഞ 5 വർഷ സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് അതൊക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായി ഉയർത്താനുള്ള അവസരം കൂടിയാണ് കോൺഗ്രസിന് വന്നിരിക്കുന്നത്. ഇത്തരം അവസരങ്ങൾ കോൺഗ്രസ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുതന്നെയാണ് BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. സ്വാഭാവികമായും ഇന്നത്തെ പ്രധാന സംഭവങ്ങളിൽ കാര്യങ്ങൾ ക്ലിയർ കട്ടായി പറഞ്ഞു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. നാളത്തെ പ്രധാന സംഭവങ്ങളുമായി നാളെ കാണാം. നമസ്കാരം.